ആക്ച്വലി ഈ വട്ടത്തിൽ വേൾഡ് കപ്പ് ആക്കാൻ അഞ്ചരാഴ്ച മാത്രം ദൈർഘ്യമുള്ള ഒരു ടൂർണമെൻറ്റാണ്. ഇങ്ങനെ ലോങ് ടി വിക്ക് പറയുന്നത് അഞ്ചര ആഴ്ച മാത്രമാണ്. പറയുകയാണെങ്കിൽ ഇത്ര ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിൽ ഇത്രയും ഗെയിംസാണ് ഒരു ടീം കളിക്കുന്നത്. ഒരു ചാമ്പ്യൻ ടീം ഉണ്ടാകുമെന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റേജിലത്തെ 3 മത്സരങ്ങളും അതിനുശേഷം വരുന്ന റൗണ്ട് ഓഫ് 32, 68, സെമി ഫൈനൽ, അങ്ങനെ എത്രത്തോളം മത്സരങ്ങളാണ് സാധാരണ ഒരു ടീമിന് കപ്പ് എന്ന് പറഞ്ഞ ഒരു ടീമിൽ കളിക്കേണ്ടി വരാം. അതിൽ ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ടീം ചാമ്പ്യൻ ടീം ആവുക എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതിന് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് സുന്ദരമായിട്ടാണ് ഈ വേൾഡ് കപ്പ് ചാമ്പ്യൻ ആവും. സുന്ദരമല്ല, ടാസ്ക്കാണ്. ആ 4 കാര്യങ്ങളാണ് ശരിക്കും നമ്മളൊരു ചാമ്പ്യൻ ടീമിൽ അൺലോക്ക് ചെയ്യേണ്ടത്. നമുക്കത് 4 കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവലോകനം നമുക്കതിൽ വരുത്താം. ഒന്നാമത്, സോളിഡായിട്ടുള്ളൊരു ഡിഫൻസ് എന്തായാലും ഒരു ടീമിന് നീഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന മീൻസ് ഈ ഡിഫൻസ് നന്നാവുകയാണെങ്കിൽ ഒരു പരിധി വരെ നല്ലൊരു റണ്ണുകളുള്ള സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഡിഫൻസ് ഉണ്ടെങ്കിൽ ബോൾ വിളങ്ങാതിരിക്കുകയാണെങ്കിൽ കളി എക്സ്ട്രാ ടൈം വരെ നമുക്ക് നീട്ടി കൊണ്ടുപോകലും എക്സ്ട്രാ ടൈമിന് ശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കലും പെനാൽറ്റി ഷൂട്ടൗട്ടിലൊരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ ഇടയിൽ ഏറ്റവും അവസാനം നമുക്കൊരു വിജയം കൈകൊള്ളാൻ നമുക്ക് സാധിക്കും. പിന്നെ ഭംഗിയായ കാര്യങ്ങൾ നിർവഹിക്കാൻ അറിയുന്ന മിഡ്ഫീൽഡ്. ഞാൻ ഈ ഗെയിം ഏകദേശം ഒരു 2013 തൊട്ടിട്ട് കഴിഞ്ഞ 2026 വരെ കളി കാണുന്ന ഒരാളാണ്. കളി കാണാൻ മീൻസ് അങ്ങനെയല്ല, ഞാൻ മറ്റേ ഭൂരിഭാഗം വരുന്ന മിക്ക മാച്ചുകളും കൃത്യം വരെ കാണാറുണ്ട്. അതിൽ മറ്റേ മെയിൻ വരുന്ന മാച്ചുകൾ. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ കളികളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാനെപ്പോൾ നോക്കിയാലും ആങ്കർ ചെയ്യണ ഒരു മിഡ്ഫീൽഡറിനെ ഞാൻ എപ്പോൾ നോക്കിയാലും ഇഷ്ടപ്പെടാറുണ്ട്. കാരണം ആങ്കർ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു സംഭവമാണ്. ഈ ആങ്കർ ചെയ്യാന്ന് പറഞ്ഞ ഫുട്ബോളിൽ ഒരു ടീമിന് ഇങ്ങനെ ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ കൺട്രോളിലെ കളി മൊത്തം പോവുക. അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഫുട്ബോൾ കളിയിൽ. അങ്ങനെ ചെയ്യാനൊരു കളിക്കാരുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി നമ്മളൊരു 1-0 ലീഡിലേക്ക് ഒരു 75-80 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കോഴ്സ് കൺട്രോൾ കൊടുക്കുന്ന ഒരു മിഡ്ഫീൽഡർ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് 90 മിനിറ്റ് കിടക്കാൻ നമുക്ക് പറ്റും. പുള്ളിക്കാരെ ടെമ്പോ സെറ്റ് ചെയ്യണം, പുള്ളിക്കാരെ കളി സ്ലോ ആക്കലും കളി സ്പീഡാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ നല്ല ഭംഗിയിൽ നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു മിഡ്ഫീൽഡ് ഒരു അവിഭാജ്യ ഘടകമാണ് ഒരു ചാമ്പ്യൻ ടീമിനെ സംബന്ധിച്ചോളം. പിന്നെ ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായ മത്സരങ്ങളിൽ ഗോൾ കണ്ടെത്താൻ കഴിയുന്ന ഒരാളെ എപ്പോൾ നോക്കിയാലും നമുക്ക് വേണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2010 സ്പാനിഷ് വേൾഡ് കപ്പ് ശ്രദ്ധിക്കാം. സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ് ശ്രദ്ധിക്കാം. അതിൽ സ്പെയിൻ ടീമാണെന്ന് ചാമ്പ്യന്മാരെ വന്നത്. അതിൽ ഡേവിഡ് വിയ ആണ് ആ ടീമിൻ്റെ 80% ഗോളുകൾ നേരിട്ടുള്ളത് തന്നത് ഡേവിഡ് വിയാണ്. ഭൂരിഭാഗം ഗോളുകൾ വന്നിട്ടുള്ളത് ആളുടെ കാര്യം എന്നാണ്. എനിക്ക് തോന്നുന്നത് ആ ടൂർണമെൻറ്റിൽ പുള്ളിക്കാരൻ 6 ഗോളോ 5 ഗോളോ കൂടെ അടിച്ചിട്ടുണ്ട്. കാരണം ആ വേൾഡ് കപ്പിൽ ആകെ അവർ സ്കോർ ചെയ്തിട്ടുള്ളത് 9 ഗോളോ 10 ഗോളിൻ്റെ താഴെയാണ് സ്പെയിൻ ആകെ സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൽ 60-70% ഗോൾ അടിച്ചിട്ടുള്ളത് ഈ ഡേവിഡ് വിയാണ്. അപ്പോൾ തുടർച്ചയായ മത്സരങ്ങളിൽ ഗോൾ കണ്ടെത്തുന്ന ഒരു കളിക്കാരന് നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു എലൈറ്റ് മെൻ്റൽ ശേഷി സൂക്ഷിക്കുന്ന ഗോൾ കീപ്പർ. ഈ ഒരു പോയിന്റിക്ക് ഒരാളെ കാരണം 2022 വേൾഡ് കപ്പാണ്. എമി മാർട്ടിനസ് മാനസികമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും തന്നെ എതിരെ വരുന്ന എല്ലാ പ്ലേയേഴ്സിനും മാനസികമായിട്ടുള്ളൊരു മുൻതൂക്കത്തിലാണ് അയാളെ പെനാൽറ്റി ഷൂട്ടൗട്ട് മുഴുവനും വിജയിച്ചിട്ടുള്ളത്. അത് ആ ഒരു വേൾഡ് കപ്പോടെ അയാൾ മാത്രമല്ല ഉണ്ടാവും. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ 2006 വേൾഡ് കപ്പിൽ ലേമാൻ എന്നൊരു കീപ്പർ ഉണ്ടായിരുന്നു. ആഴ്സണലിൻ്റെ കീപ്പറായിരുന്നു. ജർമ്മനിയുടെ കളി ഓർമ്മയുണ്ടാവും, മറ്റേ അർജൻറ്റീനയായിട്ട് ആ പെനാൽറ്റി ഷൂട്ടൗട്ട് നേടിയിടാൻ പോയപ്പോൾ ലേമാനോടെ പോസ്റ്റിനോടെ നിൽക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഈ മത്സരം അയാൾ സിമ്പിളായിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിനിപ്പോൾ കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ടീം പറയുന്ന ഒരു ടീം തന്നെ പോർച്ചുഗലാണ്. പോർച്ചുഗൽ ലാക്ക് ചെയ്യണതും ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്കോർ ചെയ്യാൻ ഒരാളും കൂടി ആവശ്യമാണ് ആ ടീമിൽ. അല്ലെങ്കിൽ ആ ടീം ക്വാർട്ടറിലോ സെമിയിൽ വീണ് പോകും വേറെ സ്കോറർ വന്നില്ലെങ്കിൽ. എന്തായാലും ഒരു സ്കോറർ അവർക്ക് ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ ടീം സ്പെയിനല്ലേ. സ്പെയിനിലും ഇതേപോലെ തന്നെ ഡിഫെൻസീവ്
ഒരു റിക്കവറി സ്പീഡുള്ള ഒരു സെൻറ്റർ ബാക്ക് വേറെ അവർക്കില്ല. അത് ചിലപ്പോൾ തിരിച്ചടിയാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത് ഫ്രാൻസ്. ചൗമിനിയുടെ കൂടെ ആര് കളിക്കും, അതൊരു ചോദ്യമാണ് ഇപ്പോൾ. ഇതാണ് 3 ടോപ്പ് സീഡിങ് ആയിട്ടുള്ള വേൾഡ് കപ്പിൻ്റെ ടീമുകൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിനെ എഴുതിക്കൊണ്ടിരാം. കാരണം ഞാൻ കണ്ടതിലിപ്പോൾ പെർഫെക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡ് ഉള്ളത് ശരിക്കും ഇംഗ്ലണ്ടിനാണ്. അതുപോലെ ഡിഫൻസ് ലാക്ക് ചെയ്യേണ്ടവരെ ഒരു ബാക്കിയുള്ള ആ 3 ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫെൻസീവ്ലി അവർ തീരെ ശോകള പോലെ തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രൈറ്റീരിയ ബോക്സ് എങ്ങനെയാണ് ഒരു ചാമ്പ്യനാവുന്നു, ചാമ്പ്യന്മാരാവാൻ എന്തൊരു ക്രൈറ്റീരിയ വേണം, ക്രൈറ്റീരിയനെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതന്നെ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഫസ്റ്റ് ടച്ച് എന്നാണ്. ദയവ് ചെയ്താലും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെങ്ങനെയാണ് നോക്കുക. ഇതെൻ്റെ ഒരു എന്താ പറയുക, ഇതൊക്കെ തന്നെ